ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്ലൗസ് കട്ടിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ കണക്കുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക. നമ്മൾ ലൈനിങ്ങിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്, ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് ഇതുപോലെ താവിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ലൈൻ കൊടുത്ത് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മുടെ ലെങ്ത്ത് ഈ ഒരു ബ്ലൗസിന് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കറക്റ്റ് 15 ഇഞ്ചിൽ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഈ 2 മാർക്കുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരയുക. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഷോൾഡർ അളവ് നമ്മൾ ഈ ഒരു ബ്ലൗസിന് കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6-ൽ 1 ഭാഗം 36 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 6-ൽ 1 ഭാഗമാണ് നമ്മൾ ചെസ്റ്റ് അളവ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെയും നമ്മൾ 6 ഇഞ്ച് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിക. നമ്മൾ ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുക. കണ്ടോ, 6 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ അളവ് തന്നെയാണ് നമ്മുടെ ഇവിടെ 6 ഇഞ്ച് തന്നെയാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിയുന്നു. കണ്ടോ, നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6-ൽ 1 ഭാഗമാണ് നമ്മൾ ഷോൾഡർ കൊടുത്തത്. നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. ആളുടെ ബോഡിയിൽ നേരത്തുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 40 ഇഞ്ച് കിട്ടും. 40 ഇഞ്ചിൻ്റെ 4-ൽ 1 ഭാഗം 10 ഇഞ്ച്. ഈ ഒരു 10 ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഈ ഒരു അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു മാർക്കിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരിക. കേട്ടോ, നമുക്ക് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നി കൊടുക്കുന്നതാണ്. ഇത് നമ്മൾക്ക് 1.25 ഇഞ്ചാണ് നമ്മൾ സാധാരണയായി കൊടുക്കുന്നത്. ഈ ഒരു അളവാണ് നമ്മുടെ സ്റ്റിച്ചിങ് മാർക്കിന് വേണ്ടി വരുന്ന അളവ്, 10 ഇഞ്ചിൽ വരുന്നത്. നമ്മുടെ ഇടുപ്പളവ് നമുക്ക് 30 ഇഞ്ചാണ്. അപ്പോൾ 30 ഇഞ്ചിൻ്റെ 4-ൽ 1 ഭാഗം 7.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 7.5-യും 3/4-ഉം 8.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലസ് 1.25 ഇഞ്ച് തുന്നിയും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കേട്ടോ, മുകളിൽ കൊടുത്ത പോലെ തന്നെ 1.25 ഇഞ്ച് തുന്നി മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ അകലം കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 12-ൽ 1 ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ടാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അതിൻ്റെ 12-ൽ 1 ഭാഗം നമുക്ക് 3 ഇഞ്ചാണ് കിട്ടുക. അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് നമ്മൾ 2.25 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും അതേപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു, 2.25 ഇഞ്ച്. അല്ലോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുണിക്ക് വേണ്ടിയാണ്. ആ ഒരു മാർക്കിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 9 ഇഞ്ചാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് കുറച്ച് 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കഴുത്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സിൻ്റെ മാർക്കിംഗ് വരുന്നത്. ഇവിടെയാണ് ഈ ഒരു ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 4 ഇഞ്ചിലാണ് നമ്മുടെ ഡാർട്സ് കൊടുക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഡാർട്സിലേക്കുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. ഇനി നമ്മൾ ഇവിടെ നേർപകുതി നമ്മുടെ ആം ഹോൾ ഇറക്കിയതിൻ്റെ നേർപകുതി 6 ഇഞ്ചിൻ്റെ നേർപകുതി 3 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്നാണ് ഷേപ്പ് ചെയ്ത് തുടങ്ങിയത്. ഇനി നമ്മുടെ ഇവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് 9 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോൾഡർ നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ, ഈ ഒരു മാർക്കിലേക്ക് നമ്മുടെ ഈ ആം ഹോൾ ഷേപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു മാർക്കിങ്ങിൽ കൂടി നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക.
കണ്ടോ, ഈ ഒരു മാർക്കിങ്ങിൽ കൂടി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ വരെ കട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു അരയിഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് കട്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മുടെ ഒരു ബാക്ക് പീസ് മാറ്റി വെക്കുന്നു. നമ്മുടെ കട്ട് ചെയ്ത തുണിയെ നമ്മൾ നേരെ തിരിച്ചു വെക്കുന്നു. കണ്ടോ, നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്കാണ് വെച്ചത്, കരവശം. ഇനി നമ്മൾ ഇതുപോലെ തുണിയെ തിരിച്ച് ഇതുപോലെ വെച്ച് കണ്ടോ നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മുടെ കരവശം കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുന്നു. നമ്മുടെ കരവശം കണ്ടോ ഇവിടെ ഇതുപോലെയാണ് വരിക. നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗവും ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഭാഗവും നമുക്ക് കറക്റ്റ് ഈ ഒരു കരവശത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല ക്രോസോട് കൂടി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ലൈൻ ഒരു സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ 2.25 നെക്ക് വിടുത്ത്, ഇവിടെ ഒരു 1/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഇഞ്ച്. ആ ഒരു 3 ഇഞ്ചാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇവിടെ നമ്മളതൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നമ്മൾ ആ ഒരു ലൈൻ കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ ലൈൻ കൊടുക്കും. ഇനി നമ്മുടെ ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കേട്ടോ, നമ്മുടെ ബാക്ക് പീസിനേക്കാൾ വീണ്ടും 1.5 ഇഞ്ചാണ് ഇറക്കി നമ്മളെ ഫ്രണ്ട് പീസിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. കേട്ടോ, 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ചാണ്. ഈ ഒരു ഡാർട്സ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ചാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി നമ്മൾ 2.5 ഇഞ്ച് കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്ന് 2.5 ഇഞ്ച് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ വരെ നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാൻഡിന് വേണ്ടി 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വശത്തും നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളതൊരു 5.25 1/4 ഇഞ്ച് കുറച്ച് 5.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഇവിടെയും നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കട്ടിങ് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ച് എക്സ്ട്രാ തുന്നി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ലൂപ്പൊക്കെ തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുള്ള അതേ ഷേപ്പിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് ഇവിടെ വരെ നമ്മളതൊരു കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. ഈ ഒരു മാർക്ക് വരെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, നമ്മുടെ ബാക്ക് പീസ് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം നമുക്ക് മെയിൻ ടക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചാണ്. നമ്മളിവിടെ 10 ഇഞ്ചിൽ മെയിൻ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ മെയിൻ ടക്കിൻ്റെ ഇറക്കം 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ടക്കുകൾ തമ്മിൽ 2 ഭാഗത്തുള്ള ടക്കുകൾ തമ്മിലുള്ള അകലം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൊടുക്കുന്നത് 3.25 ഒരു പോയിന്റുമാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്കിംഗ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ കണക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ മാർക്കിംഗ്. ഇനി നമ്മൾ ഇവിടെ 4 ഇഞ്ച്, ഇവിടെ നമ്മൾ 3.5 ഇഞ്ച്, ഇവിടെ നമ്മൾ 4 ഇഞ്ചിൽ ഇവിടെയും മാർക്കിംഗ് ചെയ്യും. നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ വരിക. ഇതുപോലെ മാർക്കിംഗ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ബാൻഡ്, നമുക്കിത് ക്രോസിലാണ് നമ്മുടെ ഈ ഒരു ബാൻഡ് ഉണ്ടാകുക. നമുക്കത് നേരെയുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന നമ്മുടെ കരവശമില്ലേ, ആ ഒരു ഭാഗമാണ് ഇത്.
ഇനി നമ്മൾ ഈ ഒരു കരവശത്തെ ഇതുപോലെ ഈ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് വെച്ച് നമ്മൾ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ വെച്ച് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ആ ഒരു മാർക്ക് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് തന്നെ നമുക്ക് ആ ഒരു ഷെയ്ഡ് നമുക്ക് കാണും. കണ്ടോ, അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വശത്ത് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണി. ആ ഒരു 1/4 ഇഞ്ചിന് ശേഷം നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം, 30ൻ്റെ 4/1 ഭാഗം 7.5 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. നേരെ കുത്തനെ വരയാൻ പാടില്ല, ഇതുപോലെ പുറത്തേക്ക് ഷെയ്പ്പ് വരുന്ന രീതിയിലാണ് ഇതുപോലെ വരഞ്ഞെടുക്കേണ്ടത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇത് നമ്മുടെ സൈഡ് വശമാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ തീരെയൊക്കെ തയ്ക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഈ ഒരു പീസ് നമ്മൾ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ടെക്കുകളൊക്കെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീഴ്ത്ത് നമ്മൾ 2.5 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ നേർപകുതി സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1.25 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5യുടെ നേർപകുതി 1.25 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മുടെ ഫ്രണ്ട് വശത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് ഇവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ടെക്കിൻ്റെ അകലം നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ടെക്ക് എത്രയാണോ വീതി കൊടുത്തത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ഷേപ്പ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ടെക്ക് സെൻറ്റർ ഡാർട്സിന് വേണ്ടി ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഈ ഒരു മാർക്കിംഗ്. ഇനി നമ്മൾ ഈ ഒരു ടെക്കിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 2.25 ഇഞ്ചാണ്. കണ്ടോ, ഇവിടെ നമ്മൾ 2.25 ഇഞ്ചിലാണ് നമ്മുടെ നീളം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ നമ്മളെ കഴുത്ത്, ഫ്രണ്ട് കഴുത്ത് നല്ല ടൈറ്റോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് 1/4 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് കണ്ടോ നമ്മളൊരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്ക് വരുന്ന സ്ഥലത്ത് ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി കണ്ടോ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്തതാണത്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ടെക്ക്, നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്ക് നമുക്ക് ഇവിടെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 ടെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവ് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കണ്ടോ ഇതുപോലെ മടക്കി നമുക്ക് 2 സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയാണ്. നമ്മുടെ സ്ലീവിൻ്റെ തുണിയെ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് ഇതുപോലെ മടക്കിയെടുക്കുന്നു. നമുക്ക് 12 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ മടക്കി വീണ്ടും ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കുന്നു. കണ്ടോ, ഇങ്ങനെയാണ് മടക്കുന്നത്. ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് കണ്ടോ നമുക്ക് ഉൾവശത്ത് നമുക്ക് തുണി കുറവാണ്. കണ്ടോ, അത് നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അത് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലെ മടക്കി വെക്കുവാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താവ് വെച്ച് നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക. നമ്മുടെ കൈയുടെ താവ് നമ്മുടെ ബ്ലൗസ് പീസുമായി കൂട്ടി തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിയാണത്. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ സ്കെയിലിനെ ഇതുപോലെ വെച്ച് കണ്ടോ നമ്മുടെ എൽ ഷേപ്പ് സ്കെയിലാണിത്. ഇതുപോലെ വെച്ച് നമ്മളിവിടെ കറക്റ്റ് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഈ ഒരു മാർക്കിങ്ങിൽ നമ്മൾ ഇവിടെ കണ്ടോ നമുക്ക് പുറത്തേക്കാണ് നമ്മുടെ ഈ ഒരു മാർക്കിംഗ് വരുന്നത്.
കണ്ടോ ആ ഒരു മാർക്കിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗം നമുക്കിവിടെ 3.5 പോയിന്റും ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് കൊടുക്കുന്നത്. അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ ഇവിടെ നിന്ന് ചെരിച്ച് പിടിച്ചിട്ടാണ് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. കണ്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ആം ഹോളിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അളവൊക്കെ കണ്ടോ നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. നമ്മുടെ കൈയുടെ ഈ ഒരു അളവ് അതുപോലെ തന്നെ ഷോൾഡർ ആം ഹോൾ അളവൊക്കെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ആണെന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു അരയിഞ്ച് തുന്നത്തുണി വിടുന്നു ഷോൾഡർ ഭാഗത്തുള്ളത്. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇത് നമ്മൾ ഈ ഒരു ആം ഹോളും നമ്മുടെ കൈയുടെ ആം ഹോളും കറക്റ്റായി കിട്ടുമോ എന്ന് നോക്കാം. നമ്മൾ ആദ്യം നമ്മളിവിടെ മുകളിൽ ഒരു അരയിഞ്ച് തുന്നത്തുണി ഇതുപോലെ വിട്ടതിന് ശേഷം നമ്മുടെ കൈയുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോൾ പിടിച്ച് ഇതുപോലെ കൊണ്ടുവന്നാൽ നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിംഗ് നമ്മുടെ കൈയുടെ മാർക്കിംഗ് കണ്ടോ തോൾ വശത്ത് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും. നിങ്ങളുടെ കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ മാർക്കിംഗ് സമയത്ത് ചെക്ക് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ സ്റ്റിച്ചിങ്ങിലും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ ഒരു 1/4 ഇഞ്ച് പോലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കട്ടിങ്ങിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയും ഇതുപോലെ മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും 1.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മൾ കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. കൈയുടെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് കൈയുടെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ കേട്ടോ കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നേരത്തെ വെച്ചതുപോലെ മടക്കി വെച്ച് ഇവിടെ നിന്ന് നമ്മൾ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി